ആളുകൾക്കുണ്ട്. ഈ അകത്ത് ഈ ഉദ്ഘാടനത്തിന് ശേഷം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് ആളുകളകത്തേക്ക് സ്ത്രീകളകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഉണ്ടുണ്ട്, ഇനിയും അടുത്ത ബസ്സുകളുണ്ട്. ഇത് ഹൈക്കോടതിയിൽ പോകാൻ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇത്തരം? അതെ, നമുക്ക് സ്ത്രീകൾക്ക്, സാധാരണ സ്ത്രീകൾക്ക്, അതായത് പാവപ്പെട്ട സ്ത്രീകൾക്ക് നമുക്ക് പണം കൊടുക്കാനായിട്ട് പോകാൻ വളരെ ഓരോ ദിവസത്തെ പൈസ കൊടുക്കാനും ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകണ്ടാവുക. അവർക്കൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായി നമ്മുടെ ഗവൺമെന്റ് ഇതിലെ നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയത്. തൃശ്ശൂർ തന്നെ. എന്താണ് ഇതുകൊണ്ട് സ്ത്രീകൾക്ക് നേട്ടമുണ്ടാവുന്നതെന്നാണ് വിചാരിക്കുന്നത്? നേട്ടമുണ്ടാവുന്നത് വളരെയധികം യാത്രയ്ക്ക് പാവപ്പെട്ടവർക്കൊക്കെ വളരെയധികം പൈസ ചെലവിടാതെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ വളരെയധികം വളരെ ഹെൽപ്പാണ് സ്ത്രീകൾക്ക്. വളരെയേറെ സന്തോഷമുണ്ട്. UDF ഗവൺമെന്റിന്റെ ആദ്യത്തെ ഒരു പ്രിയദർശിനി എന്ന് പറയുന്ന സൗജന്യ യാത്രാ പദ്ധതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൽ വളരെയേറെ കേരളത്തിലത്തെ എല്ലാ ജനങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം. ഞാൻ എന്നും തൃശ്ശൂരിൽ നിന്ന് എടപ്പാളിലേക്ക് എല്ലാ ദിവസവും 150 രൂപ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഡെയിലി സീനിയർ സിറ്റിസണായ ഒരു ചേച്ചിയാണ്. എനിക്ക് സീനിയർ സിറ്റിസന്റെ ഒരു സീറ്റെങ്കിലും നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. സീറ്റ് ഫുള്ളായി, ഒപ്പം തന്നെ ബസ്സിനകത്ത് ആളും ഫുള്ളായി. എന്നിട്ടും പുറത്ത് ഒരുപാട് പേർ ഈ ആദ്യ ട്രിപ്പിൽ കയറാനായി കാത്തു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ തിരക്ക് ഇവിടെ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത്. അകത്തേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്. പലപ്പോഴും ഞാൻ രാവിലെ കണ്ണൂർ ബസ് KSRTC സൂപ്പർഫാസ്റ്റിന് കയറാറ്. അതിന് 67 രൂപ കൊടുക്കണം. പിന്നെ പാലയിൽ നിന്ന് ഒരു ബസ് വരുന്നുണ്ട്, അത് കോഴിക്കോടാണ്. അത് എടപ്പാൾ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനും ഈ 64 രൂപ അതിനും വേണം. ആളുകൾക്കുണ്ട്. ഈ അകത്ത് ഈ ഉദ്ഘാടനത്തിന് ശേഷം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് സ്ത്രീകളകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഉണ്ടുണ്ട്, ഇനിയും അടുത്ത ബസ്സുകളുണ്ട്. ഇത് ഹൈക്കോടതിയിൽ പോകുന്നത് ഇത്രയും രൂപ ലാഭിക്കാമെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ലാഭിക്കാന്നല്ല. സ്ത്രീകൾക്ക് സീനിയർ സിറ്റിസൺ എന്തായാലും എനിക്ക് വേണ്ട. എനിക്കിപ്പോ ഞാൻ ആരോഗ്യവകുപ്പിലായ കാരണം എനിക്ക് കുറച്ച് ആരോഗ്യമുണ്ട്. പക്ഷെ എന്നെ പോലെ ആവില്ല എല്ലാവരും. I am 68 years old. ചേച്ചി ഇത് സ്വാഗതം ചെയ്യുന്നു ഇക്കാര്യത്തിൽ. അതെ, ഈ കാര്യത്തിന് വളരെയധികം. ഉടൻ തന്നെ ഈ ബസ് തിരികെ വരും. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കൊന്നും അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഉദ്ഘാടനം സാരി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടോ? ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ബസ്സിൽ കയറുന്നവർക്ക് ഒരു കിറ്റ് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ഈ വനിതകൾക്ക് ഒരു കിറ്റ് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ചെറിയ സ്നാക്സ് അല്ലെങ്കിൽ ഭക്ഷണ പ്രതിമൊപ്പം ഒരു പത്രവുമാണുള്ളത്. ആ ഒരു കിറ്റാണ് ഇവിടെ ഇപ്പോൾ ഇവർക്ക് ഈ ബസ്സിൽ കയറാനായി എത്തുന്നവർക്ക് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ബസ് നിറഞ്ഞ് കവിഞ്ഞല്ലോ. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണ് നിതിൻ? ഇത്രയും തിരക്കെന്താ ബസ്സിൽ? ഇത് അരുൺകുമാർ, ഇത് ഈ തൊട്ടടുത്ത് തന്നെ, അതായത് നമ്മുടെ ഈ ബോട്ട് ജെട്ടിയിൽ നിന്നും, എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും ഹൈക്കോടതി ഭാഗത്തേക്ക് പോയി ഉടൻ തന്നെ തിരികെ വരുന്ന ഒരു ബസ്സാണ്. അതായത് അല്പസമയത്തിനകം തന്നെ ഈ ബസ് തിരികെ വരും. അപ്പോൾ അടുത്ത ട്രിപ്പിലുമൊക്കെ ആളുകൾക്ക് കയറാവുന്നതാണ്. പക്ഷേ ആദ്യ ട്രിപ്പിൽ തന്നെ കയറാനുള്ള ഒരു ആളുകളുടെ തിക്കും തിരക്കുമാണ്. നോക്കൂ, ബസ്സിനകത്തേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ വലിയ തോതിലുള്ള തിരക്കാണ് ബസ്സിനകത്തുള്ളത്. ചേച്ചി, ബസ്സിലേക്ക് കയറാൻ പറ്റിയില്ലേ? അവിടെ ഭയങ്കര തിരക്കല്ലേ, ഇവിടുന്ന് കയറാമെന്ന് വിചാരിക്കുക. ഇവിടുന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ചെയ്യാനാ? ആദ്യത്തെ ട്രിപ്പിൽ തന്നെ പോകാനുള്ള ആദ്യ ട്രിപ്പിൽ തന്നെ പോകണം. അതാണല്ലോ എന്റെ ത്രില്ല്. ഡോക്ടർ അരുൺകുമാർ, ആദ്യ ട്രിപ്പിൽ തന്നെ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബസ്സിൽ എങ്ങനെയായാലും കയറും. ആദ്യ ട്രിപ്പിൽ തന്നെ പോകണം. എന്തോ ആദ്യ ട്രിപ്പിൽ തന്നെ അതിനുള്ള ആവേശമുണ്ട്. പക്ഷേ ഇപ്പൊ ബസ് എടുക്കാൻ പോവാണ്.